എല്ലാവർക്കും ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ 5 തരം നല്ല ടേസ്റ്റി ആയിട്ടുള്ള അച്ചാറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായി കായം ഉലുവ വറുത്ത് പൊടിച്ചതാണ് ഇത്. ആദ്യം തന്നെ ഞാൻ ഇരുമ്പാമ്പുളി വെച്ചുള്ള ഒരു അച്ചാറാണ് ഉണ്ടാക്കുന്നത്. അതിനായി ഒരു 20 പുളിയെടുത്ത് അതിൽ നുറുക്കിയതിന് ശേഷം ഉപ്പിട്ട് വെച്ചിട്ടുണ്ട്. പിന്നീട് ഒരു പാൻ ഗ്യാസിൽ വെച്ച് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടിയതിന് ശേഷം വറ്റൽ മുളക്, വെളുത്തുള്ളി അരിഞ്ഞത്, കുറച്ച് ഇഞ്ചി അരിഞ്ഞത്, ഒരു പച്ചമുളക് അരിഞ്ഞത് എന്നിവ ഇടുക. ഒരു തണ്ട് കറിവേപ്പിലയും ഇട്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുക. പിന്നീട് ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം അതിലേക്ക് 2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് ഇളക്കുക. പിന്നീട് തിളപ്പിച്ച വെള്ളം കുറച്ച് ഒഴിച്ച് അത് നല്ലതുപോലെ തിളച്ച് കഴിഞ്ഞാൽ അതിലേക്ക് ഉപ്പിട്ട് വെച്ചിരിക്കുന്ന ഈ ഇരുമ്പാമ്പുളി അതിലേക്ക് ഇട്ട് ഇളക്കുക. അപ്പോൾ ഗ്യാസ് ഓൺ ചെയ്തിട്ട് അതിലേക്ക് പുളി ഇടുക. പിന്നീട് നല്ലതുപോലെ ഇളക്കി ഇതുപോലെ ഒരു വറ്റലാവുമ്പോൾ അതിലേക്ക് കായം ഉലുവ പൊടിച്ചത് ഇട്ട് നല്ലതുപോലെ ഇളക്കുക. നമ്മുടെ സ്വാദിഷ്ടമായ ഇരുമ്പാമ്പുളി അച്ചാർ റെഡി ആയിട്ടുണ്ട്. രണ്ടാമതായി ഞാൻ ഈത്തപ്പഴം വെച്ചുള്ള ഒരു അച്ചാറാണ് ഉണ്ടാക്കുന്നതായി. അതിനു വേണ്ടി ഞാൻ ഈത്തപ്പഴം 2 ടേബിൾ സ്പൂൺ വിനീഗർ ഒഴിച്ച് കുതിർത്തി വെച്ചിട്ടുണ്ട്. എൻ്റെ കുരുവെല്ലാം കളഞ്ഞ് കുതിർത്തി വെച്ചിട്ടുണ്ട്. പിന്നീട് ഒരു പാൻ ഗ്യാസിൽ വെച്ച് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ തിളച്ചതിന് ശേഷം 1/2 ടീസ്പൂൺ കടുക് ഇടുക. കടുക് പൊട്ടിയാൽ അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എന്നിവയിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഒരു തണ്ട് കറിവേപ്പില ഇടുക. വറ്റൽമുളകും ഇട്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുക. പിന്നീട് ഗ്യാസ് ലോ ഫ്ലെയിമിലാക്കിയതിന് ശേഷം 2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് ഇളക്കുക. പിന്നീട് അതിലേക്ക് തിളപ്പിച്ച് വെച്ച വെള്ളം കുറച്ച് ഒഴിച്ച് എല്ലാം കൂടി ഒന്ന് യോജിപ്പിക്കുക. 1 ടീസ്പൂൺ ഉപ്പും ഇടണം. പിന്നീട് നമ്മൾ കുരു കളഞ്ഞ് വിനീഗറിൽ കുതിർത്തി വെച്ചിരിക്കുന്ന ആ ഈത്തപ്പഴം അതിലേക്ക് ഇട്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുക. 2 ടീസ്പൂൺ വെല്ലം ഉരുക്കിയത് അതിലൊഴിക്കണം. എന്നിട്ട് നല്ലതുപോലെ ഇളക്കുക. അപ്പോൾ നമ്മുടെ ഈന്തപ്പഴം അച്ചാർ റെഡിയായി. മൂന്നാമതായി മാങ്ങ ചെറുതായി അരിഞ്ഞ അച്ചാറാണ് ഉണ്ടാക്കുന്നത്. അതിനായി 1 മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. 1 മാങ്ങ ചെറുതായി അരിഞ്ഞ് അതിന് ശേഷം അതിലേക്ക് 2 ടീസ്പൂൺ ഉപ്പ്, 2 ടീസ്പൂൺ മുളക് പൊടി എന്നിവയിട്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുക. കൈവച്ച് യോജിപ്പിക്കുകയാണെങ്കിൽ കൂടുതൽ നല്ലതാണ്. പിന്നീട് അതിലേക്ക് 2 കറിവേപ്പിലയും 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ഒഴിച്ച് നല്ലതുപോലെ യോജിപ്പിക്കുക. ഉലുവ, കായം എന്നിവ വറുത്തത് 1 ടീസ്പൂൺ ഇട്ട് എല്ലാം കൂടി നന്നായി യോജിപ്പിച്ച് വയ്ക്കുക. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ മൂന്നാമത്തെ അച്ചാർ റെഡിയായി. ഈ അച്ചാർ നല്ല ടേസ്റ്റുള്ളതാണ്. അടുത്തതായി ഉണ്ടാക്കുന്ന ഒരു ചെത്തുമാങ്ങ അച്ചാറാണ്. അതിന് ഞാൻ 1 മാങ്ങ തന്നെയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉപ്പിട്ട് 2 ടീസ്പൂൺ മുളക് പൊടി എന്നിവയിട്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് വയ്ക്കുക. പിന്നീട് ഒരു പാൻ ഗ്യാസിൽ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക.
വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടായാൽ അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇടുക. അതിന് ശേഷം നമ്മൾ മുളക് പൊടിയും ഉപ്പും ചേർത്ത് വെച്ചിരിക്കുന്ന മാങ്ങ അതിലേക്ക് ഒന്ന് ഇട്ട് ഇളക്കുക. ഗ്യാസ് ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. പിന്നീട് അതിലേക്ക് ഉലുവ കായം വറുത്ത് പൊടിച്ചതിടുക. ഇതിനൊക്കെ ഞാൻ ഉലുവയും കായവും വീട്ടിൽ തന്നെ വറുത്ത് പൊടിച്ച് വയ്ക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ 4ാമത്തെ അച്ചാറും റെഡിയായി. അടുത്തതായി നെല്ലിക്ക വെച്ചിട്ടുള്ളൊരു അച്ചാറാണ്. അതിന് നെല്ലിക്ക പുഴുങ്ങി കുരു കളഞ്ഞ് അല്ലിയെല്ലാം വേറെടുത്തി വെച്ചതാണ്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉപ്പ്, 2 ടീസ്പൂൺ മുളക് പൊടി എന്നിവ ഇട്ട് ഇളക്കി വയ്ക്കുക. പിന്നീട് പാൻ ഗ്യാസിൽ വെച്ച് എണ്ണ ഒഴിക്കുക. ഇതിലെല്ലാം ഉപയോഗിക്കുന്ന ഈ എണ്ണ ഞാൻ കായവും ഉലുവയും വറുത്ത എണ്ണ തന്നെയാണ് ഇതിനെല്ലാം എടുത്തിട്ടുള്ളത്. എണ്ണ ഒഴിച്ച് ചൂടായതിന് ശേഷം അതിലേക്ക് കടുകിട്ട് പൊട്ടിക്കുക. കടുക് പൊട്ടിയതിന് ശേഷം ഇഞ്ചി, വെളുത്തുള്ളി എന്നിവ അരിഞ്ഞത് ഇടുക. ഒന്ന് ഇളക്കുക. അത് ഒന്ന് ഇളക്കി യോജിപ്പായാൽ അതിലേക്ക് തിളപ്പിച്ച വെള്ളം വയ്ക്കുക. ഈ അച്ചാർ ഉണ്ടാക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ഞാൻ കുറച്ച് വെള്ളം ആദ്യം തന്നെ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. ആ തിളപ്പിച്ച വെള്ളം ഇതിലേക്ക് ഒഴിച്ചാണ് എല്ലാ അച്ചാറുകളും റെഡിയാക്കിയിട്ടുള്ളത്. അല്ലെങ്കിൽ അച്ചാറുകൾ പെട്ടെന്ന് കേടുവരും. അത് തിളച്ചാൽ അതിലേക്ക് ഉപ്പും മുളകും ചേർത്ത് വെച്ചിരിക്കുന്ന നെല്ലിക്ക ഇട്ട് ഇളക്കുക. പിന്നീട് അതിലേക്ക് കുറച്ച് വിനീഗർ ഒഴിക്കണം. ഒരു തണ്ട് കറിവേപ്പിലയും ഇട്ട് അതിന് ശേഷം ഉലുവ കായം വറുത്ത് പൊടിച്ച് വെച്ചിട്ടുള്ളത് അതിലേക്കിട്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുക. നമ്മുടെ 5ാമത്തെ അച്ചാറായ നെല്ലിക്ക അച്ചാറും റെഡിയായി. ഇതാ ആദ്യം തന്നെ നമ്മുടെ ചെറുതായി അരിഞ്ഞ മാങ്ങ അച്ചാറാണിത്. 2ാമതായി നെല്ലിക്ക അച്ചാർ, സ്വാദിഷ്ടമായ നെല്ലിക്ക അച്ചാർ. 3ാമതായി ഇരുമ്പാമ്പുളി അച്ചാർ. 4ാമതായി ഈത്തപ്പഴം അച്ചാർ. 5ാമതായി ചെത്തുമാങ്ങ അച്ചാർ. അങ്ങനെ നമ്മുടെ 5 അച്ചാറുകളും റെഡിയായി. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കി അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.